യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 20 വാക്യം മുതൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രയീമിനെയും മനശ്ശെയെയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേല്യർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് എഫ്രയീമിനെ മനശ്ശെയ്ക്ക് മുമ്പാക്കി. യോസേപ്പിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടു പോകും. എൻ്റെ വാളും വില്ലും കൊണ്ട്
ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. ഇതാ ഞാൻ മരിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടു പോകും. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി യോസേപ്പിന് അവകാശം നൽകുകയാണ് യാക്കോബ്. യാക്കോബ് തൻ്റെ പ്രിയപുത്രനായ യോസേപ്പിനെ അനുഗ്രഹിക്കുകയാണ്. മരിക്കാറായി കിടക്കുന്ന അപ്പൻ തൻ്റെ ഓമന മകനെ അനുഗ്രഹിക്കുകയാണ്. മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന യാക്കോബ് തൻ്റെ പ്രിയമകനായ യൗസേപ്പിനെ അനുഗ്രഹിക്കുകയാണ്. ഇതാ ഞാൻ മരിക്കുന്നു എന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. യാക്കോബിനറിയാം ഇനിയും അധികം നാൾ ജീവിതമില്ല എന്ന്. ആയുസ് തീരാൻ പോവുകയാണെന്നറിയാം. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ 50 അധ്യായങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്ന അധ്യായങ്ങളിൽ നാം ഒരു തോട്ടമാണ് കാണുന്നത്, ഒരു ഗാർഡൻ. എന്നാൽ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്ന അധ്യായങ്ങളിൽ നാം കാണുന്നത് ഒരു ശവപ്പെട്ടിയാണ്. അല്പം ഗൗരവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. തുടങ്ങുന്നത് ഒരു മനോഹരമായ പൂന്തോപ്പ്, മനോഹരമായ തോട്ടം. എന്നാൽ അവസാനിക്കുന്നിടത്ത് ഒരു ശവപ്പെട്ടി. തുടങ്ങുന്നത് സന്തോഷത്തിൻ്റെ പൂന്തോപ്പിലാണ്, ആനന്ദത്തിൻ്റെ വേലിയേറ്റത്തിലാണ് ആരംഭം. പക്ഷെ അവസാനിക്കുന്നത് ദുഃഖതപ്തമായ വിലാപത്തിൻ്റെ വേദനയൂറുന്ന നിമിഷങ്ങളായി. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം അലതല്ലിയ കാലങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ സമൃദ്ധിയിൽ നിങ്ങൾ ഉല്ലസിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആഹ്ലാദഭരിതരായി ആനന്ദ സന്ദായകമായ ജീവിത അനുഭവങ്ങളിൽ മുഴുകി അങ്ങനെ സമാധാനത്തിലും സന്തോഷത്തിലും ഉല്ലാസത്തിലും നിങ്ങൾ കാലം പോക്കിയ ആ കാലങ്ങൾ ഇന്ന് പക്ഷേ നിങ്ങളുടെ ഓർമ്മകളായി മാറിയിരിക്കുകയായിരിക്കും. ഇന്ന് ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ തളം കെട്ടി നിൽക്കുന്നു. ഇന്ന് മ്ലാനത, ഇന്ന് പ്രശ്നം, ഇന്ന് ക്ലേശം, ഇന്ന് വറുതി, ഇന്ന് ക്ഷാമം, ഇന്ന് പട്ടിണി, ഇന്ന് ഞെരുക്കം, ഇന്ന് പ്രതിസന്ധി, ഇന്ന് ദുർഘടം, ഇന്ന് അനേകമനേകം വിഷമതകളിലൂടെ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോവുകയായിരിക്കും. ഒന്ന് നിങ്ങൾ കേൾക്കൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ഒരു ശവപ്പെട്ടിയാണ് നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നാം മനോഹരമായ ഏദൻ തോട്ടം കണ്ടു. എന്നാൽ അവസാനം യാക്കോബിൻ്റെ ശവപ്പെട്ടി കാണുന്നു. എന്നാൽ അവിടെ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ഈ വേദപുസ്തകത്തിൽ 66 പുസ്തകമുണ്ട്. 50 അധ്യായം കൊണ്ട് ഈ വേദപുസ്തകം തീരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം അതുകൊണ്ട് മാത്രം വേദപുസ്തകം തീരുന്നില്ല. ഈ ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. ആ ഒടുവിലത്തെ പുസ്തകത്തിൽ അവസാന ഭാഗത്ത് ഒരു ഗാർഡൻ സിറ്റി ആണ് നാം കാണുന്നത്. അവസാനം ഗാർഡൻ സിറ്റിയിൽ, തുടങ്ങുന്നത് ഗാർഡനിൽ, അവസാനിക്കുന്നത് ഗാർഡൻ സിറ്റിയിൽ. ഇടയ്ക്ക് കോഫിനുണ്ട്, ഇടയ്ക്ക് ശവപ്പെട്ടിയുണ്ട്, ഇടയ്ക്ക് ദുഃഖമുണ്ട്, ഇടയ്ക്ക് വിലാപമുണ്ട്. പക്ഷെ അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ല. ഇനിയും ഗാർഡൻ സിറ്റിയും ഗാർഡൻ സിറ്റിയിലെ മനോഹരമായ പൂന്തോപ്പുകളും അവിടെയുള്ള മോഹനമായ അരുവികളും അവിടെയുള്ള കുളിർജലവും എല്ലാം ഉണ്ട്. അവിടെ രോഗശാന്തിക്ക് ഉതകുന്ന ഇലകളുള്ള ജീവവൃക്ഷമുണ്ട്. അവിടെ എല്ലാ നന്മകളുമുണ്ട്. ഒരു ഗാർഡൻ സിറ്റിയിലാണ് വേദപുസ്തകം അവസാനിക്കുന്നത്. സ്നേഹിതരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുള്ള വിലാപങ്ങൾ അത് ഒരു ഗാർഡൻ സിറ്റിയിലേക്ക് എത്തുവാനുള്ള ചവിട്ടുപടികളായി നിങ്ങൾ എടുക്കൂ. ഇന്നുള്ളതായ ദുരിതങ്ങൾ, ഇന്നുള്ളതായ വേദനാ വിഷയങ്ങൾ, ഇന്നുള്ളതായ പ്രതിസന്ധികൾ, ഇന്നുള്ളതായ ദുർഘടങ്ങൾ വലിയൊരു സമാധാന തീരത്തേക്ക് അടുക്കുന്നതിനുള്ള പടവുകളായി നിങ്ങൾ എടുക്കുമെങ്കിൽ
നിങ്ങൾ ഭാഗ്യശാലികളായിരിക്കും. ഒന്നിലും നിങ്ങൾ തളരരുത്, ഒന്നിലും നിങ്ങൾ മടുത്തു പോകരുത്. എൻ്റെ ജീവിതം തീർന്നല്ലോ, എൻ്റെ ഭാവി ഇരുളടഞ്ഞല്ലോ, ശോഭനമായ നല്ല കാലങ്ങൾ തീർന്നു പോയല്ലോ, ഇനി എനിക്കുണ്ടോ നല്ല കാലങ്ങൾ കിട്ടുന്നു എന്ന് നിങ്ങളാരും നിരാശപ്പെടരുത്. ആനന്ദ ഐശ്വര്യമെഴുന്ന മാസങ്ങളും അബ്ദങ്ങളും നിങ്ങൾക്ക് തരുവാൻ നിത്യനായ ദൈവം, സർവ്വവല്ലഭനായ ദൈവം മനസ്സിലുള്ളവനാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം നിങ്ങൾ ക്രിസ്തുവിലേക്ക് ഉയർത്തുക. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക, നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുക, നിങ്ങളുടെ ശ്രദ്ധയെ ഉയർത്തുക, നിങ്ങളുടെ ആന്തരിക ഭാവങ്ങളെ ഉയർത്തുക, നിങ്ങളുടെ ഹൃദയം ഏകാഗ്രമാക്കുക. യേശു ക്രിസ്തു ജീവിക്കുന്നു. ഗോൽത്തായിലെ കുരിശിൽ 3 ആണികളിൽ പിടഞ്ഞു മരിച്ച കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തിൽ ആശ്വാസം തരുവാൻ, നിന്റെ ജീവിതത്തിൽ പൂന്തോപ്പ് തരുവാൻ, നിന്റെ ജീവിതത്തിൽ ആനന്ദം പകരുവാൻ യേശു ജീവിക്കുന്നുണ്ട്. നിന്റെ വിലാപം മാറ്റുവാൻ, നിന്റെ കരച്ചിൽ അകറ്റുവാൻ, നിന്റെ ദുഃഖം തീർക്കുവാൻ, നിന്റെ മ്ലാനത മാറ്റുവാൻ, വാട്ടമുള്ള ജീവിതത്തിൽ എല്ലാ ഭാരങ്ങളും ആകുലങ്ങളും എല്ലാം തകർത്തടിക്കുന്ന ജീവിതത്തിൽ നിനക്കിനിയും സൽക്കാലങ്ങൾ തരുവാൻ യേശു ക്രിസ്തു ജീവിക്കുന്നു. ദൈവവൈതലേ, ഈ മഹത്തായ കാര്യം നീ ധ്യാനിക്കുവീൻ, ദൈവകരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിക്കുവീൻ. യാക്കോബ് പറയുകയാണ്, ഇതാ ഞാൻ മരിക്കുന്നു, മരണത്തോടടുക്കുകയാണ്. നാം ഓരോരുത്തരും അടുക്കും. ഇന്നലേക്കാൾ ഇന്ന് ഒരു ദിവസം കൂടി മരണമെന്ന കടവിനോട് നാം അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും പോരാ, ഓരോ സെക്കൻഡിലും നാം മരണത്തോട് അടുക്കുകയാണ്. ഇതാ ഞാൻ മരിക്കുന്നു, മരണത്തോട് അടുക്കുകയാണ്, ജീവിതാന്ത്യത്തോട് അടുക്കുകയാണ്. പോയ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനോടും നാം ഓരോ ദിവസവും ചെല്ലുമ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് എപ്പോഴെന്ന് സ്വർഗത്തിലെ നിത്യപിതാവായ ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. യേശു ക്രിസ്തു പുത്രനാം ദൈവം അറിയുന്നില്ല. ഇതാ സ്വർഗത്തിലെ ദൂതന്മാർ അറിയുന്നില്ല. പിതാവായ ദൈവം മാത്രം അറിയുന്നു. പക്ഷേ നമുക്കൊന്നറിയാം, തിരുവചന വെളിച്ചത്തിൽ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന്. എത്രയും വേഗം അതിതാ അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് നാം ആ മഹത്തായ സംഭവത്തോട് നാം ഓരോരുത്തരും അടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണത്തോട് അടുക്കുന്നു, കർത്താവിൻ്റെ 2ാമത്തെ വരവിനോടും അടുത്തുകൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, കേൾക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കൂ. യാക്കോബ് പറയുന്നു, ഇതാ ഞാൻ മരിക്കുന്നു. മരിക്കുന്ന സമയത്ത്, കടന്നു പോകുന്ന സമയത്ത് യാക്കോബിൻ്റെ അരികത്ത് വന്നിരിക്കുന്ന പ്രിയമകനായ യൗസേപ്പിനെയും യൗസേപ്പിൻ്റെ മക്കൾ മനശ്ശെയെ എഫ്രൈമിനെയും 2 പേരെയും ചേർത്ത് നിർത്തി യാക്കോബ് അവരെ അനുഗ്രഹിച്ചു. കഴിഞ്ഞൊരവസരത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് യാക്കോബ് കൈ പിണച്ചു വെച്ചാണ് അനുഗ്രഹിച്ചത്. കൈ പിണച്ചു വെച്ചാണ് അനുഗ്രഹിച്ചത്. എന്താണത് സൂചിപ്പിക്കുന്നത്? കുരിശിലാണ് അനുഗ്രഹം. കുരിശ് ഒരു കൈ പിണച്ച് എഫ്രൈമിൻ്റെ തലയിൽ, മറ്റേ കൈ പിണച്ച് മനശ്ശെയുടെ തലയിൽ. യൗസേപ്പ് അപ്പൻ്റെ വലം കൈ തൻ്റെ മൂത്ത മകനായ മനശ്ശെയുടെ തലയിൽ വയ്ക്കുവാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് മനശ്ശെയെ വലം കൈക്ക് നേരെ നിർത്തി. യൗസേപ്പ് തൻ്റെ മകനായ എഫ്രൈമിനെ അപ്പൻ്റെ മുമ്പിൽ നിർത്തിയപ്പോൾ ഇടം കൈ കൊണ്ട് തലയിൽ കൈവയ്ക്കത്തക്കവണ്ണമാണ് നിർത്തിയത്. പക്ഷേ യാക്കോബ് വെച്ചപ്പോൾ കൈ പിണഞ്ഞാണ് നിൽക്കുന്നത്. എന്താണ് കാരണം? യൗസേപ്പ് പറയുന്നു, അപ്പ ഇവനാണ് ആദ്യജാതൻ, ഇവൻ്റെ തലയിൽ വലം കൈ വെക്കണം. യൗസേപ്പ് പറയുന്നുണ്ട്, പക്ഷേ യാക്കോബ് പറയുകയാണ്, യൗസേപ്പ് അപ്പനോട്, അങ്ങനെയല്ല എൻ്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവൻ്റെ തലയിൽ വലം കൈ വെക്കണമെന്ന് പറഞ്ഞു. 19-ാം വാക്യം. എന്നാൽ അവൻ്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവൻ്റെ സന്തതി ജനസമൂഹമായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. സഹോദരങ്ങളെ, ക്രൂശിലാണ് അനുഗ്രഹം. ക്രൂശാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം. എന്താണ് ഈ കാണിക്കുന്നത്? ആ പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? ക്രൂശ് കാണിച്ചതിൻ്റെ അർത്ഥം എന്താണ്? നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതാ യാക്കോബിൻ്റെ വംശപരമ്പരയിൽ നിത്യനായ ദൈവപുത്രൻ പിറക്കുന്നതും, ഈ യാക്കോബിൻ്റെ വംശപരമ്പരയിൽ കർത്താവായ യേശു ജനിക്കുന്നതും, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന ക്രൂശ് മരണം മൂലം മനുഷ്യജാതി രക്ഷപ്പെടുന്നതും,
നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന മനുഷ്യൻ സ്വർഗത്തിൻ്റെ അവകാശിയായി തീരുന്നതുമെല്ലാം നിത്യനായ ദൈവം ഈ അത്ഭുത സംഭവത്തിലൂടെ നമുക്ക് ദൃഷ്ടാന്തീകരിച്ച് കാണിച്ചു തരികയാണ്. ക്രൂശാണ് അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, ക്രൂശിൻ്റെ യാതനയും വേദനയും ഏൽക്കുമ്പോൾ നാം തളരരുത്. ക്രൂശിലെ നിന്ദനവും അപഹസനവും ഏൽക്കുമ്പോൾ നാം തളരരുത്. ക്രൂശിലെ ആക്ഷേപവും പരിഹാസവും ഏൽക്കുമ്പോൾ നാം തളരരുത്. ക്രൂശിലെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും കേൾക്കുമ്പോൾ നാം തളരരുത്. ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ തളർച്ചയല്ല, ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയാണ്. ക്രൂശിലെ ത്യാഗം ഉയർച്ചയുടെ നാന്ദിയാണ്. ക്രൂശ് ഒരു പരാജയമാണെന്ന് തോന്നും, ശരിയാണ്. റോമൻ പടയാളികൾ വിചാരിച്ചു ഇതാ ഈ നസ്രായൻ മരിക്കുന്നല്ലോ എന്ന്. പരാജയമായിട്ടാണ് റോമൻ സീസറുടെ പടയാളികൾക്ക് തോന്നിയത്. യെരൂശലേം ദേവാലയത്തിലെ മഹാപുരോഹിതന്മാർ വിചാരിച്ചു ഈ ശല്യം തീർന്നല്ലോ എന്ന്. ശാസ്ത്രികളും പരീശന്മാരും വിചാരിച്ചു ഇവനെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ എന്ന്. ക്രൂശ് ഒരു പരാജയമെന്ന് തോന്നും. കടന്നു പോകുന്നവരെല്ലാം തലകുലുക്കി, ഹേ ദേവാലയം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നീ നിന്നെ തന്നെ രക്ഷിക്ക്, നീ ക്രൂസിൽ നിന്ന് ഇറങ്ങി വാ, പരിഹസിച്ചു. അവരുടെ എല്ലാം ദൃഷ്ടിയിൽ കുരിശൊരു പരാജയമാണ്. പ്രിയപ്പെട്ടവരെ, അന്നുവരെയും കുരിശ് നിന്ന വസ്തുവാണ്. യേശുക്രിസ്തു ക്രൂശിലേറുന്നവരെയും കുരിശ് ഒരു ശാപവസ്തുവാണ്. എന്നാൽ യേശു കുരിശിലേറിയ അന്ന് മുതൽ കുരിശ് വിജയ ചിഹ്നമാണ്. കുരിശ് രക്ഷയുടെ അത്ഭുതകരമായ അടയാളമാണ്. കുരിശ് പാപിയുടെ വീണ്ടെടുപ്പിന്റെ ചിഹ്നമാണ്. കുരിശിൽ മരിച്ച രക്ഷകൻ ഇന്നും ജീവിക്കുന്നത് കുരിശിന്റെ ഉദാത്തമായ ആശയ മേഖലയിലേക്ക് നമ്മെ കുതിച്ചു കയറുമാറാക്കുവാൻ അത്രയേ കർത്താവായ യേശു ഇന്ന് ജീവിക്കുന്നത്. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയരുതോ, യേശുക്രിസ്തുവിന്റെ കുരിശ് പരാജയമല്ല. 3-ാം നാൾ ഇതാ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. തീർന്നു എന്ന് അന്നത്തെ മഹാപുരോഹിതന്മാരായി യെരൂശലേം ദേവാലയത്തെ ഭരിച്ചുകൊണ്ടിരുന്നവര്, അന്ന് ശാസ്ത്രികളായി പണ്ഡിതന്മാരായിരുന്നവര്, അന്ന് പരീശന്മാരായി മതവൈരാഗ്യം ഉണ്ടായിരുന്നവര്, അന്ന് സദൂക്യരായി രാഷ്ട്രീയ പിൻബലം ഉണ്ടായിരുന്നവര്, അന്നത്തെ റോമൻ സൈന്യം, റോമൻ സർക്കാർ എല്ലാവരും വിചാരിച്ചു ഇവന്റെ കഥ തീർന്നു എന്ന്. പക്ഷേ തീർന്നില്ല. അതൊരു വലിയ തുടക്കമായിരുന്നു. സ്നേഹിതരെ, ഞാൻ വിനയപൂർവ്വം നിങ്ങളുടെ അപേക്ഷിക്കട്ടെ, കുരിശ് നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ, കുരിശിലെ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ വഹിക്കാൻ തയ്യാറാകുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും അത്. നിങ്ങളുടെ ജീവിതത്തിൽ കുരിശിലെ ത്യാഗം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, കുരിശിലെ ഒറ്റപ്പെടുത്തലുകളെ പുഞ്ചിരിയോടെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമെങ്കിൽ, സ്നേഹിതരെ, നിങ്ങൾക്ക് കർത്താവായ യേശുവിൻ്റെ കുരിശ് അത്ഭുതകരമായ അനുഭവമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ കുരിശ് സന്തോഷത്തോടെ ചുമന്നുകൊണ്ട് പുഞ്ചിരിയോടെ യേശു പോയ അതേ കാൽ ചുവടുകളിലൂടെ നിങ്ങൾക്കും വധസ്ഥലത്തേക്ക് നീങ്ങാം. യേശു പോയ അതേ വധസ്ഥലത്തേക്ക്, യേശു പോയ ഗോകുൽത്തായിലേക്ക്, യേശുവിൻ്റെ കാലടിപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് നമുക്കും പോകാം. അതാണ് ക്രിസ്തീയ ജീവിതം. ഭൗതിക മഹത്വമല്ല ക്രിസ്തീയ ജീവിതം, ഭൗതിക പ്രതാപമല്ല ക്രിസ്തീയ ജീവിതം, മനുഷ്യരുടെ റെക്കഗ്നീഷനല്ല ക്രിസ്തീയ ജീവിതം, ഉന്നതന്മാരെന്ന് കരുതുന്നവരുടെ റെക്കഗ്നീഷനല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം കുരിശിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം കുരിശിലെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം കുരിശ് ചുമക്കുന്ന ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം യാതനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അടിക്കടി തെറുത്തുയർന്നു വരുമ്പോൾ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുകയും ക്രിസ്തുവിൽ ആശ്വാസം തേടുകയും ചെയ്യുന്ന ജീവിതമാണ്. ക്രൂശ് ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇതാ യാക്കോബ് തൻ്റെ മകനായ യൗസേപ്പിന്റെ മക്കളെ 2 പേരെയും അനുഗ്രഹിച്ചു, കൈകൾ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു. അതിനുശേഷം യാക്കോബ് യൗസേപ്പിനോട് പറഞ്ഞു, മോനെ, ഞാൻ ഇതാ മരിക്കാൻ പോവുകയാണ്. ഇതാ ഞാൻ മരിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. മോനെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടം നിങ്ങളുടെ ശാശ്വത ദേശമല്ല. ഒരു കനാനാണ് നിങ്ങളുടെ ദേശം. പിതാക്കന്മാർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ഒരു ദേശം. അങ്ങോട്ട് കൊണ്ടുപോകും. ദൈവം നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. ഈ ഈജിപ്തിൽ നിങ്ങൾ ഏറെക്കാലം ജീവിക്കേണ്ടി വരികയില്ല. ഇതൊരു താൽക്കാലികമായ പാർപ്പിടമാണ്. തൽക്കാലത്തേക്ക് നിങ്ങളിവിടെ പാർക്കാമെന്ന് മാത്രം. നിങ്ങളെ ദൈവം അങ്ങ് കനാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. സഹോദരങ്ങളെ, ഈ വാക്ക് കേൾക്കുമ്പോൾ നാം രോമാഞ്ചമണിയേണ്ടതാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങളെ കൊണ്ടുപോകുമെന്നാണ്. ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമെന്നാണ്. ഇതിൽ പരം അനുഗ്രഹം മറ്റെന്തു വേണം?
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാറില്ലേ? നിങ്ങളുടെ മക്കൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടില്ലേ? നിങ്ങളുടെ മക്കളുടെ വിവാഹം നിങ്ങൾ നോക്കിയില്ലേ? അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ വരുമാന മാർഗം, അവരുടെ ആരോഗ്യം എന്തെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, പരീക്ഷ പാസ്സായി നല്ല റാങ്കോടുകൂടി നിങ്ങളുടെ മക്കൾ പാസ്സാകുക നിങ്ങൾക്ക് വലിയൊരു അഭിമാനമല്ലേ? ശരി, പക്ഷേ ജീവനുള്ള ദൈവം കൂടെ ഇരിക്കണമെന്ന് നിങ്ങൾ എത്ര പേര് വാഞ്ചിച്ചിട്ടുണ്ട്? എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എൻ്റെ ഈ മക്കളോടുകൂടെ ഇരിക്കണമെന്ന് നിങ്ങൾ എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട്? എൻ്റെ ഈ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെയും എൻ്റെ കുഞ്ഞുമക്കളെയും സ്വർഗത്തിലെ ദൈവമേ നീ കൂടെ ഇരുന്ന് താങ്ങണമേ എന്ന് നിങ്ങൾ എത്ര പേര് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്? കരുണയുള്ള കർത്താവ് ക്രൂശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ, ഗോകുൽത്തായിലേക്ക് നീങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് പിന്നാലെ വരുന്ന സിയോപുത്രിമാരോട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവീൻ. സഹോദരങ്ങളെ, ആത്മീയരായ മാതാപിതാക്കൾ, രക്ഷ അനുഭവിക്കുന്ന മാതാപിതാക്കൾ, ആത്മാവിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന മാതാപിതാക്കൾ, വീണ്ടും ജനത്തിൻ്റെ മാധുര്യം അനുഭവിക്കുന്ന മാതാപിതാക്കൾ, കർത്താവായ യേശുവിൻ്റെ കൃപ അനുഭവിക്കുന്ന മാതാപിതാക്കൾ മക്കളെ കുറിച്ച് ചിന്തയില്ലാത്തവരായി ഇന്ന് കഴിയുന്നുവെന്ന് ദുഃഖസത്യം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിൽ മുഷിവ് വരരുതേ, നിങ്ങളുടെ നെറ്റി ചുളിയരുതേ. ഞാൻ വിനയപൂർവ്വം അറിയിക്കുകയാണ്, അനേകം മാതാപിതാക്കളും മക്കളുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരായി കഴിയുകയാണ്. നോക്കൂ, ഇതാ മക്കളെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന്, ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന്, ദൈവം കൂടെ ഇരിക്കുക. വളരെ വിനയപൂർവ്വം മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് അപ്പൻ കടന്നു പോകുന്നതിന് മുൻപ് അപ്പൻ്റെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ അനുഗ്രഹം വേണമെന്ന്, അപ്പൻ്റെ വാത്സല്യം വേണമെന്ന്, അപ്പൻ്റെ ഉള്ളു കുളിർത്തുള്ള അനുഗ്രഹം കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും ഉള്ളു നീറ്റലുണ്ടാകും. അയ്യോ, വേണ്ടായിരുന്നു, അപ്പനോട് ഞാൻ കോപിച്ചു പോയി, അപ്പൻ്റെ നേരെ ഞാൻ കൈ ഉയർത്തിപ്പോയി, അപ്പനെ ഞാൻ നിന്ദിച്ചു പോയി, അപ്പനെ ഞാൻ തരം താഴ്ത്തിപ്പോയി, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, അപ്പനെന്നാ വിദ്യാഭ്യാസം, ഞാൻ അപ്പനെ ഒന്ന് തരം താഴ്ത്തി ചിന്തിച്ചു പോയി, അപ്പൻ്റെ കഴിവുകേടുകളെ ഞാൻ ഉറക്കെ പറയുകയും ഞാൻ കൂട്ടുകാരുമായി രസിച്ച് സംസാരിക്കുകയും ചെയ്തു പോയി, അപ്പനെ ഒന്ന് പരസ്യമായി ആരുടെയെങ്കിലും മുമ്പിൽ കാണിക്കാൻ എനിക്ക് ലജ്ജയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പനോട് ഞാൻ കോപിച്ചു പോയി, അപ്പനോട് ഞാൻ വഴക്ക് പറഞ്ഞു പോയി, അപ്പനോട് ഞാൻ ഡിമാൻഡിങ് ആയി ഞാൻ പലതും ആവശ്യപ്പെട്ടു പോയി, അപ്പനോട് ഞാൻ ആവശ്യങ്ങൾ അത് ഡിമാൻഡ് ചെയ്ത് അപ്പനോട് വാങ്ങിക്കാൻ ഞാൻ ബന്ധപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കുറ്റബോധം വരുന്നുണ്ടാകും, നിങ്ങൾക്ക് ചിലർക്ക് വേദനാ വിഷയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പൊന്തി വരുന്നുണ്ടാകും. എന്നാൽ ഒന്ന് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഇന്നുവരെയും അപ്പൻ്റെ അനുഗ്രഹം കിട്ടിയില്ല എങ്കിലും ഒന്ന് നിങ്ങൾ വിശ്വസിക്കൂ, സ്വർഗത്തിലെ ദൈവത്തോട് നിങ്ങൾ നിരപ്പായതിനു ശേഷം നിങ്ങൾ അപ്പൻ്റെ മുൻപാകെ വരുവീൻ, അപ്പൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഉള്ളു തുറക്കുവീൻ. നിങ്ങൾക്ക് ഇനിയും അനുഗ്രഹത്തിൻ്റെ സൽക്കാലങ്ങൾ ദൈവം തരും, അപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തരും. മകനെ, നിന്റെ അപ്പനെ ബഹുമാനിക്കുക, മകളെ, നിന്റെ അപ്പനെ ബഹുമാനിക്കുക, നിന്റെ അമ്മയെ പരിഹസിക്കരുത്, അമ്മയെയും അപ്പനെയും ആദരിക്കുക, അത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പനെ പരിഹസിക്കരുത്, അമ്മയെ നിന്ദിക്കരുത്, അമ്മ വൃത്തിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്, അത് ദൈവത്തിൻ്റെ വചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്. അപ്പനെ നിന്ദിച്ചവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? അപ്പനെ വേദനിപ്പിച്ചവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? അപ്പൻ്റെ ഉള്ളു നോവിച്ചവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? അമ്മയെ പരിഹസിച്ചവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? അമ്മയോടോ അപ്പനോടോ തർക്കുത്തരം പറഞ്ഞ് ധിക്കാരമായി പെരുമാറിയവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ ഭയത്തോടെ പറയട്ടെ, അപ്പനെ അടിച്ചവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? അപ്പൻ്റെ നാശത്തിന് കൊതിച്ചവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ഒന്ന് നിങ്ങൾ ഓർക്കുവീൻ, നിങ്ങൾ ഇനിയെങ്കിലും അപ്പൻ്റെ അനുഗ്രഹം വാങ്ങുവാൻ ഉത്സാഹിപ്പീൻ. ഭാഗ്യശാലികൾ, പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു ഭാഗ്യശാലികൾ. അപ്പൻ്റെ ഉള്ളുകുളർത്തുള്ള അനുഗ്രഹം കിട്ടുക, അതെന്തോ ഒരു ഭാഗ്യമാണ് പ്രിയരെ. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ വിനയത്തോടൊരു കാര്യം പറയാം, അതെൻ്റെ സ്വന്തം അനുഭവമാണ്. എനിക്ക് അപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ കഴിഞ്ഞില്ല. എനിക്ക് അപ്പൻ്റെ അനുഗ്രഹം അപ്പൻ്റെ ഉള്ളു കുളിർക്കാത്തത് കൊണ്ടല്ല, അപ്പൻ എന്നോട് ഇഷ്ടക്കുറവുണ്ടായതുകൊണ്ടല്ല. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു. അപ്പൻ എന്നെ വലിയ വാത്സല്യമായിരുന്നു അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പന് വലിയ വാത്സല്യമായിരുന്നു എന്ന്, അപ്പനെ ഞാൻ ജീവനായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അപ്പൻ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ മരിച്ചു. അപ്പൻ്റെ ആ അനുഗ്രഹം ഉള്ളുകുളർത്തുള്ള വാക്കുകൾ കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പൻ്റെ മുഖം കണ്ട് ഓർമ്മ പോലും ഇന്നില്ല. ഞാനൊരു അനാഥനെ പോലെ വളർന്ന മനുഷ്യനാണ്. ഞാൻ ഒരു അഗതിയെപ്പോലെ ജീവിച്ച മനുഷ്യനാണ്. ഞാൻ വശം കെട്ടുപോയ ഒരാളാണ്. അമ്മയുടെ കണ്ണുനീര് കണ്ട് വളർന്ന മനുഷ്യനാണ്.
അമ്മ വേദനിക്കുന്നതും കരയുന്നതും ഏങ്ങളടിക്കുന്നതും കേട്ട് കേട്ട് ഹൃദയം തകർന്നു പോയ മനുഷ്യനാണ്, നിരാശ മുറ്റിയ മനുഷ്യനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ 17-ാമത്തെ വയസ്സിൽ ജീവനുള്ള ക്രിസ്തുവിനായി എൻ്റെ ഹൃദയം തുറക്കുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ജീവനുള്ള ക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. കരുണയുള്ള കർത്താവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് എതിരേൽക്കുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ജീവനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ തലമേൽ വന്നപ്പോൾ എല്ലാ അനുഗ്രഹവും വന്നു, എല്ലാ കൃപയും വന്നു, ദൈവം കൂടെ ഇരിക്കുന്ന ഭാഗ്യകരമായ അനുഭവം വന്നു. ജീവനുള്ള ദൈവം ആ 17-ാമത്തെ വയസ്സ് മുതൽ എന്നെ കരം പിടിച്ച് നടത്തിയത് ഞാനിന്ന് സമാധാനത്തോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൻ്റെ വാത്സല്യം കിട്ടാതെ പോയവരുണ്ടോ? അമ്മയുടെ വാത്സല്യം കിട്ടാതെ പോയവരുണ്ടോ? മറ്റുള്ളവര് അപ്പൻ്റെ ലാളനം കിട്ടുമ്പോൾ കൊതി പൂണ്ട് നോക്കി നിന്നവരുണ്ടോ? അമ്മ താലോലിക്കുന്നതും അമ്മ കുളിപ്പിക്കുന്നതും അമ്മ തലമുടി ചെയ്യി തരുന്നതും അമ്മ പൗഡർ ഇട്ട് തരുന്നതും അമ്മ പൊന്നുടുപ്പ് അണിയിക്കുന്നതും അതെല്ലാം മറ്റുള്ളവരെ അണിയിക്കുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയില്ലല്ലോ എന്നോർത്ത് കരഞ്ഞവരാരെങ്കിലും ഇരിപ്പുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആശ്വാസം തരാൻ യേശു ക്രിസ്തു ഉണ്ട്. ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്ത വാത്സല്യം തരാൻ യേശു ഉണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത അനുഗ്രഹം തരാൻ കർത്താവായ യേശു ഉണ്ട്. യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുമോ? യേശുവിനെ ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ? അനുഗ്രഹം തരുവാൻ യേശു വന്നിട്ടുണ്ട്. മകനെ, നിന്റെ അപ്പനോട് നിരപ്പായിക്കൊള്ളുക, അമ്മയോട് നിരപ്പായിക്കൊള്ളുക, സഹോദരങ്ങളോട് നിരപ്പായിക്കൊള്ളുക, പിണങ്ങിയിരിക്കുന്നവരോട് ഇണങ്ങിക്കൊള്ളുക, അകന്നിരിക്കുന്നവരോട് അടുത്തുകൊള്ളുക, ഭിന്നിച്ചിരിക്കുന്നവരോട് ഒന്നിച്ചു കൊള്ളുക. മകനെ, പ്രിയമകളെ, ഈ വാക്കുകളെ നീ കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ അനുഗ്രഹത്തിന് വേണ്ടി നീ ഇരന്നുകൊള്ളുക, അനുഗ്രഹത്തിന് വേണ്ടി യാചിച്ചു കൊള്ളുക. സ്വർഗീയ രാജാധിരാജന്റെ അനുഗ്രഹം നിന്റെ തലമേൽ ഇറങ്ങട്ടെ, സ്വർഗീയ തേജസ്സിന്റെ മേൽ ഇറങ്ങി വരട്ടെ, സ്വർഗീയ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരട്ടെ, സ്വർഗീയ കൃപകൾ നിന്റെ മേൽ പകരട്ടെ, ആത്മാവിന്റെ ശക്തിയേറിയ അഭിഷേകത്താൽ നിന്റെ ഉള്ളം നിറയട്ടെ, ആത്മാവിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്താൽ നിന്റെ ഹൃദയം നിറഞ്ഞു കവിയട്ടെ, അനുഗ്രഹ സമൃദ്ധി നിന്റെ മേൽ ഇറങ്ങട്ടെ. ദൈവ പൈതലേ, ഹൃദയം തുറക്കുവീൻ, ദൈവത്തോട് വാക്ക് പറയുവീൻ. ഇന്നു മുതൽ ഞാൻ ക്രിസ്തു യേശുവിൽ ഒരു പുതിയ സൃഷ്ടി എന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കുവീൻ. ഇപ്പോൾ തന്നെ ഹൃദയം തുറന്ന് ക്രിസ്തുവിനെ സ്വീകരിപ്പീൻ, അനുഗ്രഹ സമൃദ്ധി ഏറ്റുവാങ്ങുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അൻപുള്ള പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടെ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവേ, നാളതുവരെ അനുഗ്രഹം ലഭിക്കാതെ ഭാരത്തോടിരിക്കുന്നവര് കർത്താവേ, ഇന്ന് ഈ വാക്കുകളെ കേട്ട സമയത്ത് അനുഗ്രഹം പ്രാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകളെ കേട്ട ഓരോരുത്തരുടെ ശിരസിന്മേലും സ്വർഗീയ പിതാവിന്റെ അനുഗ്രഹത്തിന്റെ വൻമഴ ചൊരിയണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, അവിടുത്തെ കരം ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും തൊടണമേ, അവിടുത്തെ കരം ഓരോരുത്തരെയും പിടിക്കണമേ. ദൈവം കൂടെ ഇരിക്കുന്നു എന്നുള്ള ഉറപ്പ് എല്ലാവർക്കും ലഭിക്കണമേ. അതിനായി പാപത്തോട് യാത്ര പറയുവാനും പരിശുദ്ധന്മാരെ ചേർക്കുവാൻ എഴുന്നള്ളി വരുന്ന ക്രിസ്തുവിന്റെ പരിശുദ്ധനായി തീരുവാനും എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. ആകുലങ്ങൾ അകറ്റണമേ, ഭാരങ്ങൾ നീക്കണമേ, സങ്കടങ്ങളെല്ലാം മാറ്റണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. രാജാധിരാജനായ യേശുവിന്റെ അത്ഭുത നാമത്തിൽ തന്നെ.